സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വെർച്വൽ ടീച്ചിങ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ബികോം സെം 1 സബ്ജക്റ്റാണ്. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേരിയസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സ്. നമുക്ക് ബാങ്കിനെ വേരിയസ് ഓരോ ബേസിസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിലൊന്നാമത്തെ ബേസിസാണ് ഫംഗ്ഷൻ. അപ്പോൾ ഓരോ ബാങ്കിൻ്റെയും ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബാങ്കുകളെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതിലെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്. നമ്മുടെ സാധാ നോർമലായിട്ടുള്ള കൊമേഴ്ഷ്യൽ ബാങ്കിങ് ഓപ്പറേഷൻസ് ലൈക്ക് എന്താണ്, ഡെപ്പോസിറ്റൊക്കെ ആക്സെപ്റ്റ് ചെയ്യുക, ലോൺസ് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ബാങ്കാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഇൻഡസ്ട്രിയൽ ബാങ്ക്. ഇൻഡസ്ട്രീസിന് വേണ്ടി ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് ലോണും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാങ്കാണ് ഇൻഡസ്ട്രിയൽ ബാങ്ക്. അടുത്ത അഗ്രികൾച്ചറൽ ബാങ്ക്. നമ്മുടെ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ അഗ്രികൾച്ചർ നടത്തുന്ന ഫാമേഴ്സിന് സീഡ് മേടിക്കണം, ഫെർട്ടിലൈസേഴ്സ് മേടിക്കണം, അതുപോലെ ലാൻഡ് മേടിക്കണം, മെഷീൻസ് മേടിക്കണം, അതിനുള്ള ക്രെഡിറ്റ് ലോൺ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാങ്കാണ് അഗ്രികൾച്ചറൽ ബാങ്ക്. അടുത്ത എക്സ്ചേഞ്ച് ബാങ്ക്. എക്സ്ചേഞ്ച് ബാങ്ക് എന്താണ്, നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചിനെ പറ്റി ഡീൽ ചെയ്യുന്ന, ഫോറിൻ എക്സ്ചേഞ്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു ബാങ്കാണ് എക്സ്ചേഞ്ച് ബാങ്ക്. പിന്നെ സേവിങ് ബാങ്ക് എന്താണ്, നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ സേവിങ് ഹാബിറ്റ്സ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബാങ്കാണ് സേവിങ് ബാങ്ക്. സെൻട്രൽ ബാങ്ക് എന്താണ്, നമ്മുടെ സെൻട്രൽ ബാങ്കാണ് RBI. അപ്പോൾ നമ്മുടെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ രാജ്യത്തെ എല്ലാ മോണിറ്ററി ക്രെഡിറ്റ് സിസ്റ്റം എല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്ന പറഞ്ഞ സെൻട്രൽ ബാങ്കാണ്. അടുത്ത വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്ക് നമ്മൾ ഇൻ്റർനാഷണൽ ബാങ്ക് എന്നും പറയും. നമ്മുടെ ഓരോ വാറ് അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ കാരണം ഏതെങ്കിലും കൺട്രികൾ ഇതിലും പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് റീകൺസ്ട്രക്ഷൻ ചെയ്യാനും അവരുടെ ഡെവലപ്മെൻറ്റിനും വേണ്ടി വർക്ക് ചെയ്യുന്നൊരു ബാങ്കാണ് വേൾഡ് ബാങ്ക്. നമുക്കൊക്കെ എന്താണ്, നമ്മുടെ രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യും, വേൾഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും ആവശ്യം വരുമ്പോൾ. അപ്പോൾ അതൊക്കെയാണ് വേൾഡ് ബാങ്ക്. പിന്നെ അടുത്ത ലാസ്റ്റ് വണ്ണാണ് EXIM. EXIM എന്താണ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കാണ് EXIM എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ്, നമ്മുടെ ഈ രാജ്യത്തെ ഫോറിൻ ട്രേഡിനെ ഫിനാൻസ് ചെയ്യാനും അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ഫോറിൻ ട്രേഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ബാങ്കാണ് EXIM. അപ്പോൾ ഇത്രയാണ് ഫംഗ്ഷൻ്റെ ബേസിസിലുള്ള ബാങ്കിൻ്റെ ക്ലാസിഫിക്കേഷൻ. അടുത്തത് ഓണർഷിപ്പിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷനാണ്. ഓണർഷിപ്പിൻ്റെ ബേസിസിൽ നമുക്ക് ബാങ്കുകളെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പബ്ലിക് സെക്ടർ ബാങ്ക്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്. എന്താണ് പബ്ലിക് സെക്ടർ ബാങ്ക്? ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന ബാങ്കാണ് പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്? നമ്മുടെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് കൺട്രോൾ ചെയ്യുന്ന ബാങ്കാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. ആൻഡ് ദ ലാസ്റ്റ് വൺ കോപ്പറേറ്റീവ് ബാങ്ക്. കോപ്പറേറ്റീവ് ബാങ്ക് എന്താണ്, കോപ്പറേറ്റീവ് സൊസൈറ്റി ഓൺ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബാങ്കാണ് കോപ്പറേറ്റീവ് ബാങ്ക്. ഇതാണ് ഓണർഷിപ്പിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ. അടുത്തത് ഓൺ ദ ബേസിസ് ഓഫ് ഡൊമിസിലി. ഡൊമിസിലി ബേസിസിൽ നമുക്ക് എന്താണ്, ബാങ്കിന് രണ്ടായി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഡൊമസ്റ്റിക് ബാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഫോറിൻ ബാങ്ക് ഉണ്ട്. എന്താ ഡൊമസ്റ്റിക് ബാങ്ക്? നമ്മുടെ രാജ്യത്ത് നമ്മുടെ സ്വന്തം കൺട്രിയിൽ തന്നെ രജിസ്റ്റർ ചെയ്ത് അവിടെ വർക്ക് ചെയ്യുന്ന ബാങ്കാണ് ഡൊമസ്റ്റിക് ബാങ്ക്. നമ്മുടെ ബാങ്ക് ഇപ്പോൾ ഫോറിൻ കൺട്രിയിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളെങ്കിൽ ആ ബാങ്കിനെ വിളിക്കുന്ന പേരാണ് ഫോറിൻ ബാങ്ക്. ഓക്കെ, അപ്പോൾ അതാണ് ഡൊമിസിലിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ. ലാസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ഓൺ ദ ബേസിസ് ഓഫ് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ്റെ ബേസിസിൽ നമുക്ക് ബാങ്കിനെ 4 ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഷെഡ്യൂൾഡ് ബാങ്ക്, നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്, ലൈസൻസ്ഡ് ബാങ്ക്, നോൺ ലൈസൻസ്ഡ് ബാങ്ക്. എന്താ ഷെഡ്യൂൾഡ് ബാങ്ക്? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 സെക്കൻഡ് ഷെഡ്യൂളിൽ നെയിം അപ്പിയർ ചെയ്യുന്ന ബാങ്കുകളെ വിളിക്കുന്ന പേരാണ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 5 lakh ആയിരിക്കണം. അതാണ് ഷെഡ്യൂൾഡ് ബാങ്ക്. എന്താ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്? ഈ പറയുന്ന റിസർവ് ബാങ്ക് ഇന്ത്യ ആക്റ്റിൽ സെക്കൻഡ് ഷെഡ്യൂളിൽ പേര് വരാത്ത ബാങ്കുകളാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താ ലൈസൻസ്ഡ് ബാങ്ക്? RBI ലൈസൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള, നമ്മുടെ ബാങ്കിങ് ബിസിനസ് നടത്താൻ വേണ്ടി ലൈസൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ബാങ്കാണ് ലൈസൻസ്ഡ് ബാങ്ക്. അങ്ങനെ ഒരു ലൈസൻസ് കിട്ടാത്ത ബാങ്കാണ് നോൺ ലൈസൻസ് ബാങ്ക്. അടുത്തത് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. എന്തൊക്കെയാണ് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ്? ഒന്നാമത് ആക്സെപ്റ്റിംഗ് വേരിയസ് ഡെപ്പോസിറ്റ് ലൈക്ക് കറണ്ട്, ഫിക്സഡ്, സേവിങ് ആൻഡ് റെക്കറിങ്. അപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന കറണ്ട് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, സേവിങ് ഡെപ്പോസിറ്റ് ആൻഡ് റെക്കറിങ് ഡെപ്പോസിറ്റ് ഒക്കെ വേരിയസ് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്സ്. നമ്മൾ ഓരോ ടൈപ്പിൽ നമ്മൾ എന്താണ് ക്യാഷ് കൊണ്ട് ബാങ്കിലിടുന്നതാണ്. ഈ ഓരോ ഡെപ്പോസിറ്റിനും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെച്യൂരിറ്റി പീരീഡും അതിൻ്റെ പാറ്റേൺസ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയുള്ള വേരിയസ് ഡെപ്പോസിറ്റിനെ ബാങ്ക് എന്ത് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു. അത് ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തത് നമ്മുടെ ആൾക്കാർക്ക് മണി ലെൻഡ് ചെയ്യുന്നു. ഈ മണി ലെൻഡിങ്ങും ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കാം, ക്യാഷ് ക്രെഡിറ്റ് ആയിരിക്കാം, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ലോൺ പ്രൊവൈഡ് ആയിരിക്കാം. അങ്ങനെ പല രീതിയിൽ
ആൾക്കാർക്ക് ക്യാഷ് ലെൻഡ് ചെയ്യുന്നു. മൂന്നാമത് ദേ ഡു വേരിയസ് ഏജൻസി ഫങ്ഷൻ. നമുക്കൊരു ഏജൻറ്റ് ചെയ്യുന്ന പോലെ ഏജൻസി ഫങ്ഷൻസ് ബാങ്ക് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്, ചെക്ക് കളക്ട് ചെയ്യുക, ഡിവിഡൻഡ് ഓൺ ഷെയർസ് കളക്ട് ചെയ്യുക, ഇതൊക്കെ എന്താണ് ഏജൻസി ഫങ്ഷൻസ് ആണ്. ഇതും കൊമേഴ്ഷ്യൽ ബാങ്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ട്രസ്റ്റി ആയിട്ട് അത് ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ലോക്കർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ATM കാർഡ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് അവർ ബാങ്കിങ് റിലേറ്റഡ് ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മേജർ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ്. അടുത്തത് എന്താണ് ക്രെഡിറ്റ് ക്രിയേഷൻ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ക്രെഡിറ്റ് ക്രിയേഷൻ? ക്രെഡിറ്റ് ക്രിയേഷൻ റെഫേഴ്സ് ടു കപ്പാസിറ്റി ഓഫ് എ ബാങ്ക് ടു ക്രിയേറ്റ് ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ് ഔട്ട് ഓഫ് പ്രൈമറി ഡെപ്പോസിറ്റ്. പ്രൈമറി ഡെപ്പോസിറ്റിൽ നിന്ന് ഒരു ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ബാങ്കിൻ്റെ കപ്പാസിറ്റിയെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ക്രെഡിറ്റ് ക്രിയേഷൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഒന്നാമത് ലോവർ ദ പ്രൈമറി ഡെപ്പോസിറ്റ് ലോവർ വിൽ ബി ദ ക്രെഡിറ്റ് ക്രിയേഷൻ. നമ്മുടെ പ്രൈമറി ഡെപ്പോസിറ്റ് കുറവാണെങ്കിൽ ക്രെഡിറ്റ് ക്രിയേഷനും കുറയും. അതുപോലെ തന്നെ ബാങ്കിന് ക്യാഷ് റിസർവ് റിക്വയർമെൻറ്റ് കൂടുകയാണെങ്കിൽ അവരെന്ത് ചെയ്യില്ല, ക്രെഡിറ്റ് ആൾക്കാരിൽ കൊടുക്കില്ല. കാരണം ആ കാശ് അവരെന്ത് ചെയ്യും, റിസർവായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പോൾ ക്യാഷ് റിസർവ് റിക്വയർമെൻറ്റ് കൂടുകയാണെങ്കിൽ ക്രെഡിറ്റ് എന്തായിരിക്കും, കുറവായിരിക്കും. അതുപോലെ തന്നെ ഡിപ്രഷൻ സമയത്ത് ബിസിനസ്സൊക്കെ വല്ലാണ്ട് ബിസിനസ് കുറയുകയാണെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യില്ല, ലോൺ എടുക്കില്ല. അപ്പോൾ ഡിമാൻഡ് ഫോർ ലോൺ കുറയും. പിന്നെ നമ്മുടെ രാജ്യത്തെ മോണിറ്ററി പോളിസീസ്, സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ RBI കൊണ്ടുവരുന്ന മോണിറ്ററി പോളിസീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പിന്നെയുള്ള ക്രെഡിറ്റ് ഫ്ലോ. അതുപോലെ തന്നെ ഈ ലോൺ മേടിക്കാൻ ഇന്നഫ് ബോറോവേഴ്സ് ഉണ്ടാവണം. ആൾക്കാർ കാശ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ബോറോ ചെയ്യാൻ വരണം, എന്നാൽ മാത്രമേ ക്രെഡിറ്റ് ബാങ്കിൽ നിന്ന് പോവുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ഈ പറയുന്ന ക്രെഡിറ്റ് ക്രിയേഷൻ്റെ ലിമിറ്റേഷൻസ്. അടുത്തത് എന്തൊക്കെയാണ് RBIയുടെ ഫങ്ഷൻസ്? എന്തൊക്കെയാണ് RBIയുടെ ഫങ്ഷൻസ്? കറൻസി നോട്ട്സ് ഇഷ്യൂ ചെയ്യുക, അതുപോലെ ഗവൺമെൻറ്റിന് ഒരു ബാങ്കറായിട്ട് ആക്ട് ചെയ്യുക, സാധാ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കൊക്കെ ഒരു ബാങ്കറായിട്ട് ആക്ട് ചെയ്യുക. പിന്നെ കൺട്രോൾ ആൻഡ് മാനേജിങ് ഫോറിൻ കറൻസീനൊക്കെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്യുക, ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് എക്കണോമിക് പ്ലാനിങ്ങിന് വേണ്ടി അസിസ്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് RBIയുടെ മേജർ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്ത എന്തൊക്കെയാണ് ബാങ്കിങ് ഓംബഡ്സ്മാൻ സ്കീം 1995ൻ്റെ ഒബ്ജക്റ്റീവ്സ്? അപ്പോൾ ബാങ്കിങ് ഓംബഡ്സ്മാൻ സ്കീം 2 പ്രാവശ്യം റിവൈസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴൊക്കെയാണ്? 2002ലും 2006ലുമാണ് ഈ ബാങ്കിങ് ഓംബഡ്സ്മാൻ സ്കീം റിവൈസ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് മെൻറ്റ് ഫോർ റിഡ്രസൽ ഓഫ് ദ ഗ്രീവിയൻസ് ഓഫ് ദ പബ്ലിക് അഗെയിൻസ്റ്റ് ബാങ്ക്സ് റിലേറ്റഡ് ടു ഡെഫിഷ്യൻസി ഇൻ ദ ബാങ്കിങ് സർവീസ്, ലോൺ ആൻഡ് അതർ റിലേറ്റഡ് മാറ്റേഴ്സ്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ആൾക്കാർക്ക് ഈ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ആ പ്രശ്നം സോൾവ് ചെയ്യാനാണ് ബാങ്കിങ് ഓംബഡ്സ്മാൻ സ്കീം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ എന്ത് റിലേറ്റഡ് ആയിരിക്കണം? ഒന്നില്ലെങ്കിൽ ബാങ്കിങ് സർവീസ് റിലേറ്റഡോ, ലോൺ പ്രൊവൈഡിങ് റിലേറ്റഡോ, അല്ലെങ്കിൽ ബാങ്ക് റിലേറ്റഡായി വരുന്ന ഏതെങ്കിലും മാറ്റർ ആയിരിക്കണം. ഓൾ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക് ആർ ബ്രോഡ് അണ്ടർ ദി സ്കീം. അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ ബാങ്ക് ആയിക്കോട്ടെ, റീജിയണൽ റൂറൽ ബാങ്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്ക് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഈ ബാങ്കിങ് ഓംബഡ്സ്മാൻ സ്കീമിൽ കീഴെ വരുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇത്രയും ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്സ് കവർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.